വിവാഹ ദിനത്തിൽ അപകടത്തിൽപ്പെട്ട വധുവിന് അത്യാഹിത വിഭാഗത്തിലെത്തി താലി ചാർത്തി വരൻ. ചേർത്തല ബിഷപ്പ് മൂർ സ്കൂൾ അധ്യാപിക ആവണിയുടെയും ചേർത്തല KVM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ VM ഷാരോന്റെയും വിവാഹമാണ് ഇന്ന് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ നടന്നത്. പുലർച്ചെ 3 മണിയോടെ മേക്കപ്പിനായി കുമരകത്തേക്ക് പോയ വധു സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. നാട്ടുകാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നട്ടിലിനേറ്റ പരിക്ക് ഗുരുതരമായതിനാലാണ് അവണിയെ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വരൻ ഷാരോണും കുടുംബവും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന ആഗ്രഹം ആശുപത്രി അധികൃതരെ അറിയിച്ചു. ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച അത്യാഹിത വിഭാഗത്തിൽ തന്നെ വരന് താലി കെട്ടാനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു. എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലോ ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തുന്നത്. ഞങ്ങൾ പിന്നെ അതിലോട്ട് വരുവായിരുന്നു. അവനെ ഇന്ററാക്ട് ചെയ്തു. അവനക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, റിക്കവർ ചെയ്ത് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. സ്കാനിങ്ങും ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെ ബെറ്റർ ആകുമെന്ന് ഞങ്ങളെല്ലാം വിചാരിക്കുന്നു. അവനിക്ക് ഷാരോന്റെ ഈ സ്നേഹവും കരുതും തന്നെ ധാരാളം. അവള് ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്ത് വരും. എന്നാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട് എന്നത് വളരെയധികം സന്തോഷം കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, പുള്ളിക്ക് നല്ല നിലയിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ പുള്ളിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇപ്പം നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്ക് വേണമെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു. കാരണം ഇനിയിപ്പോൾ എന്താകും എന്നൊന്നും അറിയത്തില്ല. പക്ഷെ പുള്ളിയുടെ സ്നേഹവും ആ സത്യസന്ധതയും അല്ലെങ്കിൽ ആ കരുതലൊക്കെ കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആവണിയെ വിട്ടുകൊടുക്കാനായിട്ടല്ല, ആവണിയെ കളയാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. കാരണം തൻ്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ അവൾ റിക്കവറായി തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ മുഹൂർത്തത്തിൽ തന്നെ ഏതവസ്ഥയിലാണെങ്കിലും സ്വന്തം പെണ്ണിനെ കൈവിടുവാനായിട്ട് ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ലേ എന്നുള്ളത് വളരെയധികം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആവണിക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഈ ഷാരോൺ എന്ന് പറഞ്ഞു, പെട്ടെന്ന് കയറി വന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിലൊക്കെ വിങ്ങലായിട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഷാരോണിയാണ്. ഗ്രീഷ്മ കഷായം കൊടുത്ത് കൊന്നുകളഞ്ഞ ആ ഷാരോൺ. ഈ ഷാരോൺ എന്ന പേരുള്ളവരൊക്കെ സ്നേഹത്താൽ നിർമ്മിക്കപ്പെട്ടവരാണോ എന്ന് ശരിക്കും പറഞ്ഞ് ആലോചിച്ചു പോവാണ്. എന്താണെങ്കിലും ഇതുപോലെയുള്ള ഷാരോൺമാരാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ പല ഇൻസിഡന്റ് കാണാറുണ്ട്. പ്രേമിച്ച് തേക്കുന്നവര്, ചതിക്കുന്നവര്, വഞ്ചിക്കുന്നവര്, അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഷാരോൺമാരെയാണ് നമുക്ക് ആവശ്യമെന്നാണ് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. വളരെ പെട്ടെന്ന് റിക്കവറി ആയിട്ട് വരുവാനായിട്ട് ആവണിക്ക് കഴിയട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത ആ പേരൻസ്, അതായത് ഈ ഷാരോണിന്റെ പേരൻസിനെയൊക്കെ എത്ര വെച്ചാലും മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡിസിഷന് സ്വന്തം മകൻ എടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത പേരൻസ് എത്ര നല്ല പേരൻസ് ആണെന്നും ശരിക്കും ഈ നിമിഷത്തിൽ ആലോചിച്ചു പോവുകയാണ്. അങ്ങനെയുള്ളൊരു പേരൻസിന്റെ മകനായതുകൊണ്ട് തന്നെയാണ് ഷാരോണിനും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്. കാരണം ഇനിയുള്ള ജീവിതത്തിൽ അവർ ഒരുമിച്ച് പോകുമ്പോൾ ഒരു ഉയർച്ച അല്ലെങ്കിൽ താഴ്ച അങ്ങനെ വരുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കഴിയും എന്നത് ഇപ്പോഴേ തന്നെ ഷാരോണ് തെളിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.